ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20ഓളം പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതാണ്. ഏകദേശം 4000 പേജുകളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ. അതിൽ അത്രയും പേജുകളും മുഴുവനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അവരാ മൊഴികൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 20ഓളം മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളത് തന്നെ, റേപ്പിൻ്റെയും അതുപോലെ സെക്ഷൽ ഒഫൻസിൻ്റെയും പരിധിയിൽ വരുന്നത് തന്നെ. ആരൊക്കെയാണ് അതിൻ്റെ പ്രതികളെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ മൊഴികൾ കൈവശം അന്നേ ഉണ്ടായിരുന്നു. അത് കോഗ്നിസബിൾ ഒഫൻസ് ആണ് എങ്കിൽ അന്നേ നടപടി എടുക്കണമായിരുന്നു. പക്ഷേ നടപടി എടുത്തിട്ടില്ല. ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് സഹിതം കൊടുക്കുകയാണ് ഉണ്ടായത്. ആ 20 ഗൗരവ സ്വഭാവമുള്ള മൊഴികളിൽ 2 പോക്സോ കേസ് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അതായത് മൈനറായ 2 കുട്ടികൾ, അവർ സിനിമാ മോഹം വന്ന് അവരെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. ആ 2 കേസുകൾ തീർച്ചയായിട്ടും പോക്സോ കേസിൻ്റെ പരിധിയിൽ വരുന്നു. അങ്ങനെ വന്നാൽ അതിനകത്ത് ഉൾപ്പെട്ട പ്രതിയായ നടൻ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ ആൾ ജാമ്യം കിട്ടാതെ പോകും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോക്സോ കേസാണ്. അത് 90 ദിവസത്തിനകം പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കും. അറസ്റ്റ് ചെയ്താൽ കസ്റ്റഡി ഇട്ട് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കും. മറ്റൊന്ന്, ആ കേസിൻ്റെ ട്രയൽ കഴിഞ്ഞ് ശിക്ഷയുടെ അവിടം വരെ റിമാൻഡിൽ കിടക്കും. ശിക്ഷയാണെങ്കിൽ പിന്നെ ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ വെളിയിലേക്ക് വരാൻ കഴിയുള്ളൂ. അതുപോലെ 20 എണ്ണത്തിൽ 18 എണ്ണം അതും കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അത് റേപ്പാകാം, സെക്ഷൽ ഒഫൻസസ് ആകാം, ഏതായാലും ഗൗരവ സ്വഭാവം ഉള്ളതാണ് എന്നാണ് ഇപ്പം കരുതുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മുഴുവൻ നോൺ ബെയിലബിളായ ഒഫൻസാണ്, 376ൻ്റെ പരിധിയിൽ വരുന്ന ഒഫൻസാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ള കേസുകളെല്ലാം 354 IPC പ്രകാരമുള്ള അതിൻ്റെ പരിധി വരുന്നതാകാം. പക്ഷേ അതിലേക്ക് നടപടി വരും. പ്രാഥമികമായി ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 20 ഗൗരവ സ്വഭാവമുള്ള ആ കേസുകൾ മാത്രമായിരിക്കും. ഇതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊഴി കൊടുത്തവരുടെ കറക്റ്റ് അഡ്രസ്സുകൾ ഇപ്പോൾ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കയ്യിലില്ല, ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട ഉദ്യോഗസ്ഥർ സാംസ്കാരിക മന്ത്രിയുടെ കീഴിലുള്ളവർ കുറേ പേരുണ്ടാവും. ഇതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ ഉദ്യോഗസ്ഥന്മാർ ആ അഡ്രസ്സ് മാറ്റിവെച്ചിട്ടായിരിക്കും അന്ന് എഡിറ്റ് ചെയ്ത് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് മുഖേന, അത് ഹൈക്കോടതിയുടെ ഉത്തരവ് മുഖേന അത് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിട്ടത്. അങ്ങനെ എഡിറ്റ് ചെയ്ത അപ്പോൾ അവരുടെ വ്യക്തികളുടെ അഡ്രസ്സ്, അവരുടെ ഹോംലി അഡ്രസ്സ്, അങ്ങനെയുള്ള വിവരങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴേ അതിന് പ്രസക്തി വന്നിരിക്കുന്നു. അവരെ തിരുവനന്തപുരം കമ്മീഷണറുടെ കീഴിലുള്ള ആ ടീമിന് ആ അഡ്രസ്സ് കിട്ടണം. ആ 20 എണ്ണത്തിൽ ചില അഡ്രസ്സുകൾ വ്യക്തതയില്ല. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്ത ഓഫീസേഴ്സും അവർ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവരത് നശിപ്പിച്ചിട്ടുണ്ടോ, അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളും ഇനി ഈ കമ്മീഷൻ അല്ലെങ്കിൽ SIT അവർ അന്വേഷിക്കേണ്ടി വരും. കാരണം 20 പേരുടെ മൊഴികൾ നോൺ ബെയിലബിളിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതിൽ 2 എണ്ണം പോക്സോ ആണ്. അവരുടെ അഡ്രസ്സ് കൃത്യമല്ലെങ്കിൽ അഡ്രസ്സ് പോലീസ് കണ്ടെത്താൻ സമയം എടുക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിച്ച നടന്മാർക്ക് അത്ര ശുഭകരമായ ദിവസങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിശക്തമായ നടപടിയിലേക്ക് പോകേണ്ടി വരും. കാരണം ഇനി അത് സപ്രസ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് 4.5 വർഷം പിടിച്ചു വച്ചത് നമുക്കറിയാം. അതിനകത്ത് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കാം അതിൻ്റെ അകത്ത്. പക്ഷേ അതൊരു പരിധി കഴിഞ്ഞപ്പം അത് പുറത്തു ചാടി അത് വെളിയിലേക്ക് വന്നിരിക്കുന്നു. അത് മലയാളത്തിലെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പലരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട്
വരും ദിവസങ്ങളിലെ ഈ അന്വേഷണത്തിൻ്റെ FIR കോടതി ചെന്നും കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ഏത് നടനെന്നും ആരെയാണ് പീഡിപ്പിച്ചതെന്നും എന്നായിരുന്നു പീഡിപ്പിച്ചതെന്നും എപ്പോഴാണ് പീഡിപ്പിച്ചതെന്നും എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ആ മൊഴിയുടെ കോപ്പിയൊന്നും എടുക്കാൻ ആർക്കും അനുവാദമില്ല, കോപ്പി എടുക്കാനും പാടില്ല. അതൊരു FI സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ FI സ്റ്റേറ്റ്മെൻറ്റ് FIRലേക്ക് വരുമ്പം മാത്രമേ നമുക്കത് കോടതിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുവരെ അതിൻ്റെ കോപ്പി എടുക്കാനും കഴിയില്ല. എന്തായാലും മലയാള സിനിമയിലെ രംഗത്ത് പ്രവർത്തിച്ച, നമ്മളൊക്കെ ആരാധിച്ച, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, സമൂഹമായുടെ വലിയ ഉന്നത നിലവാരത്തിലേക്ക് സ്റ്റാറായിട്ട് കാണുന്ന പലരും ഇതിനകത്ത് വീഴും എന്നാണ് ഞാൻ കരുതുന്നത്.